സംസ്ഥാനതല ബ്രെയിലി വായനോത്സവം മെയ് 3-ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കും. രാവിലെ 11-ന് സാഹിത്യകാരൻ വൈശാഖൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തല മത്സരങ്ങളിൽ നിന്നും വിജയിച്ച ആദ്യ 2 സ്ഥാനക്കാരെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനതല മത്സരം നടക്കുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് പരിപാടി ഒരുക്കുന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനാകും. കഥാകൃത്ത് ടി.വി. രാമകൃഷ്ണൻ സമ്മാനദാനം നിർവഹിക്കും. എഴുത്ത് പരീക്ഷ, ക്വിസ് മത്സരം, സർഗസംവാദം എന്നീ 3 സെഷനുകളിലായാണ് മത്സരം നടക്കുക. സർഗസംവാദത്തിൽ കവി വീരാൻകുട്ടി, ഡോക്ടർ ആർ. വിനീത് എന്നിവർ കുട്ടികളുമായി സംവദിക്കും. 1, 2, 3 സ്ഥാനം നേടുന്ന വിജയികൾക്ക് യഥാക്രമം 15,000, 10,000, 5,000 എന്നിങ്ങനെ ക്യാഷ് പ്രൈസും അനുമോദന പത്രവും സമ്മാനിക്കും. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വായനാ മത്സരം സംഘടിപ്പിക്കും. നമ്മൾ ലൈബ്രറി കൗൺസിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ UP, LP വിദ്യാർത്ഥികൾക്ക്, വനിതകൾക്ക്, മുതിർന്നവർക്കൊക്കെ വായനാ മത്സരം സംഘടിപ്പിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് 12 സ്കൂളുകളാണ് ഈ അംഗീകൃതമായ സ്കൂളുകൾ. സർക്കാരും എയ്ഡഡും അൺഎയ്ഡഡും ആയിട്ട് നമ്മുടെ ജില്ലയിലെ മങ്കര പള്ളിപ്പുറത്താണ് സ്കൂളുള്ളത്. അപ്പൊ അവിടെ എല്ലാം നമ്മുടെ പ്രാഥമികമായ മത്സരം സംഘടിപ്പിച്ചു. അതിൽ വിജയികളായ കുട്ടികളാണ് 2 പേർ വീതമാണ് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ആദ്യ മത്സരം നമ്മുടെ ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ചിട്ടാണ് സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. പ്രാഥമിക മത്സരം നമ്മൾ നേരത്തെ നടന്നു. അതിലെ വിജയികൾക്ക് നമ്മള് സമ്മാനം 15,000 ഫസ്റ്റ്, സെക്കൻഡ് 10, 5 ആയിട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ നമ്മൾ ഇതേപോലെ സമ്മാനം കൊടുത്തിരുന്നു. അപ്പൊ നമ്മള് സ്കൂളിൽ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ മത്സര പരീക്ഷയിൽ നമ്മള് ചോദ്യങ്ങൾ 4 പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതൊന്ന് ആശാൻ ഉൾവള്ളത്തോൾ മഹാന്മാരുടെ കുട്ടിക്കവിതകളുള്ളത്, അതുപോലെ ഒലിവർ ട്വിസ്റ്റ്, അതുപോലെ കിഴവനും കടലും ഹെമിംഗയുടെ, അതുപോലെ ഗളിവരുടെ യാത്ര, 4 പുസ്തകം. ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ എഴുത്തു പരീക്ഷ. അതിനുശേഷം 50 മാർക്കാണ് അതിന്. ഒരു 30 മാർക്ക് നമ്മൾ ക്വിസ് മത്സരം. അപ്പൊ നമ്മുടെ അക്കാദമിക് കമ്മിറ്റി അംഗമായ ജലീൽ മാഷുണ്ട് ഭരണങ്ങാടിയിൽ, അദ്ദേഹമാണ് അതിന്റെ ക്വിസ് മത്സരം നിയന്ത്രിക്കുന്നത്. ദെൻ നമ്മളൊരു അഭിമുഖവും. അതില് നമ്മള് വീരാൻകുട്ടി മാഷുണ്ട്, ടി.ഡി. രാമകൃഷ്ണൻ, പിന്നെ വിനീത്, അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്, അവരാണ് സംഘടിപ്പിക്കുന്നത്. വൈശാഖ മാഷാണ് നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്നത്. തിരൂർ തുഞ്ചൻ പറമ്പിലാണ് 3-ാം തീയതി. അപ്പോ ഒരു വേറിട്ട രീതിയിൽ സാധാരണ ഭിന്നശേഷി ഇങ്ങനെ ഉള്ള ഒരു മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ. ബാലചന്ദ്രൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം N. പ്രമോദദാസ്, K.P. രമണൻ, K. പത്മനാഭൻ, K.V. ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മെറൈൻ മിറാക്കിൾസ് എക്സ്പോ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം, ലോകത്തിലെ തന്നെ വ്യത്യസ്ത ഇനം മത്സ്യങ്ങളായ ആരാപ്പൈമ, വെട്ടയിൽ കാറ്റ്ഫിഷ്, പിരാന, സ്റ്റാർഫിഷ് തുടങ്ങി 500-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ കാഴ്ചകളും വെള്ളച്ചാട്ടവും, വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.